ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ ഫിലോസഫി കേൾക്കാൻ പ്രകാശിനിപ്പോ സമയമില്ല. സമയമുള്ളപ്പോ ഞാൻ പറയാം, അപ്പ നീ വന്ന് പറഞ്ഞാ മതി. ചെല്ല്. അച്ഛനും അമ്മയും വെട്ടിമാറ്റാൻ ആരാ നിങ്ങൾ ആൺമക്കൾക്ക് അധികാരം തന്നത്? അച്ഛമ്മേ, ദേമോളെ എന്ന് കാണാൻ അച്ഛമ്മ കൊതിച്ചിരിക്കുന്നു. വെറുതെ കള്ളം. സത്യം. അച്ഛമ്മയ്ക്ക് സുഖാണോ? മോളെ വന്ദനെ, നിന്നെ കാണാതെ ഞങ്ങൾ അങ്ങ് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ സന്തോഷമായി. മോളെന്താ വരുന്ന കാര്യം പറയാതിരുന്നേ? സ്വന്തം വീട്ടിലേക്ക് വരുമ്പോ അതിനൊക്കെ ആവശ്യമുണ്ടോ അമ്മേ? ഏയ് ഇല്ല മോളെ. വന്ദനമ്മേ, ദേ ജയനങ്കിൾ. ജഗനങ്കിൾ ഇത്ര പെട്ടെന്ന് വന്നോ? വാമോനെ, ഞാൻ ജഗൻ എവിടെയെന്ന് വന്ദനയോട് ചോദിക്കാൻ നാവെടുത്തതേ ഉള്ളൂ. അപ്പൊ ദേ ആളെത്തി. ജഗൻ ഇങ്ങോട്ടാ വരുന്നെന്ന് അപ്പച്ചൻ വിദേശി അറിഞ്ഞോ? അവരറിഞ്ഞ എന്നെ ഇങ്ങോട്ട് അയക്കുവോ? അവരോടൊന്നും ഞാൻ എങ്ങോട്ടാണെന്ന് പറയാൻ നിന്നില്ല. ഇങ്ങോട്ടാണെന്ന് അറിഞ്ഞ എന്തെങ്കിലും ഒരു മുട്ടാത്തർക്കം പറഞ്ഞ് അപ്പച്ചി ഇങ്ങോട്ടുള്ള വരവ് മുടക്കിയിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേയില്ല. അല്ല, ജഗൻ ഇങ്ങോട്ടാ വരുന്നതെന്ന് ജഗന്റെ അപ്പച്ചിയും വിദ്യ അറിഞ്ഞ എന്താ കുഴപ്പം? അതൊക്കെ പറയാൻ തുടങ്ങിയ ഒരുപാട് പറയാനുണ്ട്. സമയം പോലെ എല്ലാം ഞാൻ പറയാം. ആദ്യം മുത്തശ്ശി ഒന്ന് കാണട്ടെ. ഞാൻ അവർക്ക് ചായ ഇടാം. ചതുരു, കുറുപ്പിന്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടോന്ന് തോന്നുന്നു. വന്ദനയെ ഇപ്പോഴും അവര് കഷ്ടപ്പെടുത്തുന്നുണ്ടാവും. പാവം നമ്മുടെ മോള്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല മാധവേട്ട. മാധവേട്ടൻ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി പ്രഷർ വരുത്തി വെക്കാതിരുന്നാ മതി. കാണാൻ വക്കത്തുള്ള മീനാക്ഷിയെ കൈ കിട്ടിയ അയാള് വെറുതെ വിടുവോ? അറുമുഖം പഴപ്പിച്ച സ്ഥിതിക്ക് ലൈസൻസ് ആയല്ലോ. ഒരു പെണ്ണിന് ഏറ്റവും വിലപ്പെട്ടത് അവളുടെ മാനമാണ്. എനിക്കത് നഷ്ടപ്പെട്ടിരിക്കുന്നു. പറഞ്ഞത് കേട്ടില്ലേ? അറുമുഖം പിഴപ്പിച്ച സ്ഥിതിക്ക് എനിക്ക് ലൈസൻസ് കിട്ടിയത്രേ. എന്തൊരു ജന്മമായത്! മീനാക്ഷി പിഴച്ചിട്ടില്ലാന്ന് ഇനി ആര് വിശ്വസിക്കാനാ? എങ്ങനെ വിശ്വസിപ്പിക്കാനാ? ഇനി മീനാക്ഷിയുടെ മുന്നേ ഒരു മാർഗേ ഉള്ളൂ.
തിരിച്ചു വരാനാവാത്തൊരു സ്ഥലത്തേക്ക്. എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത്? ഇത് ഒട്ടും ശരിയല്ല സുചിത്രയടുത്തി. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സുചിത്രയടുത്തി എന്നെ ഒന്നും അറിയിക്കാതിരുന്നത് വളരെ മോശമായിപ്പോയി. വന്ദനെ, അത് ഒന്നും പറയണ്ട. എന്റെ അമ്മ പ്രസവിച്ച വർഷം മാത്രമേ നമ്മളെ വിട്ടു പോയിട്ടുള്ളൂ. വന്ദനെ മരിച്ചു പോയെന്ന് കരുതി കേട്ടത്തി. വയസ്സാം കാലത്ത് അച്ഛനും അമ്മയും മുറിച്ചു മാറ്റാൻ ഇവർക്കൊക്കെ ആരെ അധികാരം കൊടുത്തതെന്ന് എനിക്ക് അറിയണം. നടന്നതൊക്കെ പറഞ്ഞ് വന്ദനെ കൂടുതൽ വിഷമിപ്പിക്കണ്ടെന്നും ഞാനായിട്ട് പ്രശ്നങ്ങളെ വഷളാക്കണ്ടെന്നും കരുതിയ വന്ദനെ അറിയിക്കാതെ എല്ലാം മറച്ചു വെച്ചത്. അമ്മയെ ഒരു ജോലിക്കാരാക്കിയതിന് പുറമെ മുറിയിൽ പൂട്ടിയിടാന്നൊക്കെ വെച്ചാല് അത് ആര് ചെയ്താലും വന്ദനയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവളല്ല എന്റെ അമ്മ. എവിടെ അമ്മയുടെ മൂത്ത സൽപുത്രൻ? അയാളോട് എനിക്ക് 2 വാക്ക് ചോദിക്കണം. വന്ദനെ, വേണ്ട. പ്രശ്നങ്ങളെല്ലാം ഒരു വിധത്തിൽ ഒതുക്കി തീർത്തിരിക്കുക. ഇനി നീയായിട്ട് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. വന്ദനെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഓ, ഇവിടെ ഇരിക്കായിരുന്നോ മാധവൻ ചന്ദ്രിക ദമ്പതികളുടെ മൂത്ത പുത്രൻ പ്രകാശൻ? തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ ചെലവ് നടത്തുന്നതിന്റെ കണക്കെഴുതാണോ? 10 മാസം ചുമന്നു പറ്റ അമ്മയുടെ വയറ്റിന് എത്ര വിലയിട്ടിരിക്കുന്നെ? അല്ല, ഒന്നറിയാനുള്ള കൗതുകം കൊണ്ടാ. മനസ്സിലായില്ല. മനസ്സിലാവില്ല. പല കാര്യങ്ങളും മനസ്സിലാക്കരുതെന്ന് വിചാരിക്കുന്നവർക്ക് പലതും മനസ്സിലാവില്ല. നിന്റെ ഫിലോസഫി കേൾക്കാൻ പ്രകാശിനിപ്പോ സമയമില്ല. സമയമുള്ളപ്പോ ഞാൻ പറയാം. അപ്പ നീ വന്ന് പറഞ്ഞാ മതി. ചെല്. അച്ഛനും അമ്മയും വെട്ടിമാറ്റാൻ ആരാ നിങ്ങൾ ആൺമക്കൾക്ക് അധികാരം തന്നത്? മാനത്തെ കൊട്ടാ